We are going to read a few verses. ചില വചനങ്ങൾ നാം ചേർന്ന് വായിക്കാൻ പോകുന്നു. John chapter 6 verse number 26 and 27. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 26-27 വചനങ്ങൾ. John 6:26-27. If you have your personal copies of the Bible, you can open. Of course, it will be there on the screens, but just open your Bibles if you can, and open your notebooks. Write down the reference and everything. The important things, the new revelations, the Holy Spirit will be giving you today. You can make a note of that so that even the notes will be serving you in the days to come. ഇതാ നിങ്ങൾക്ക് ബൈബിളുകളുള്ളവരെല്ലാം ബൈബിളിൽ ആ ഭാഗം എടുക്കുക. തീർച്ചയായിട്ടും സ്ക്രീനിൽ കാണാമെങ്കിലും സ്വന്തമായി ബൈബിൾ കൊണ്ടുവന്നിരിക്കുന്നവരെല്ലാം ബൈബിൾ തുറക്കുക. നിങ്ങളുടെ നോട്ട് പുസ്തകം തുറക്കുക. ഇതിലെല്ലാ പ്രധാനപ്പെട്ട പോയിന്റുകളും നിങ്ങൾ കുറിച്ചിടണം. വരുന്ന ദിനങ്ങളിൽ ഈ വചനങ്ങൾ നിങ്ങൾ എഴുതിയെടുക്കുന്ന നോട്ടുകൾ നിങ്ങളോട് ശുശ്രൂഷിക്കും. Say amen. ആമേൻ. No, they are not saying. Loud ആമേൻ amen. പറയാമോ? ഉറക്കിയൊരു ആമേൻ. Backbenchers everywhere. ഏറ്റവും പുറകിലിരിക്കുന്നവർ ഒരു ഉറക്കിയൊരു ആമേൻ. John 6:26. യോഹന്നാൻ 6:26. Jesus answered, "Very truly I tell you, you are looking for me, not because you saw the signs I performed, but because you ate the loaves and had your fill." ഇവിടെ യേശു പറയുകയാണ്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ അടയാളം കണ്ടതുകൊണ്ടല്ല, അപ്പം തിന്ന് തൃപ്തരായത് കൊണ്ടത്രേ എന്നെ അന്വേഷിക്കുന്നത്. Do not work for food that spoils, but for food that endures to eternal life, which the Son of Man will give you, for on him God the Father has placed his seal of approval. നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല, നിത്യജീവനിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിനായിട്ട് തന്നെ പ്രവർത്തിപ്പിൻ. അത് മനുഷ്യപുത്രൻ നിങ്ങൾക്ക് തരും. അവനെ പിതാവായ ദൈവം മുദ്രയിട്ടിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. There are 4 gospels. 4 സുവിശേഷങ്ങളുണ്ട്. Everybody say 4 gospels. ചേർന്ന് പറയുമ്പോൾ 4 സുവിശേഷങ്ങൾ. Show me your 4 fingers. 4 വിരലുകളിൽ നാട്ടിയിട്ട് വരുന്ന 4 സുവിശേഷങ്ങൾ. Hallelujah. ഹല്ലേലൂയ. The same thing written in 4 different aspects. ഈ കാര്യം തന്നെ 4 സുവിശേഷങ്ങളിലും വ്യത്യസ്തമായ കാഴ്ചപ്പാടോട് കാര്യമല്ല, 4 സുവിശേഷങ്ങൾ 4 പേർ ഒരേ കാര്യത്തെ 4 ആംഗിളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തു. That's all. Hallelujah. ഹല്ലേലൂയ. Suppose there was an accident in MG Road. ഇപ്പോൾ ഒരു MG റോഡിൽ ഒരു അപകടം നടന്നെങ്കിൽ The press reporters will come. പ്രസ് റിപ്പോർട്ടുകാർ വന്ന്, Madhrubhumi comes, Deshabhimani comes, then Malayalam Manorama comes, The Week comes. ഇതാ മാതൃഭൂമി, മലയാള മനോരമ, ദ വീക്ക്, എല്ലായിടത്തു നിന്നും ആളുകൾ വരുന്നു. So when they report it in the next day newspaper on television channel, 4 different channels will report the same thing in 4 different aspects. ഈ 4 ചാനലുകളും ഈ നടന്ന സംഭവത്തെ നാളെ പത്രത്തിൽ അവതരിപ്പിക്കുന്നത് 4 അവരുടെ വീക്ഷണത്തിൽ നിന്നായിരിക്കും അത് അവതരിപ്പിക്കുന്നത്. But the essence, the incident is the same. എന്നാൽ ആ നടന്ന സംഭവം, അതിന്റെ അന്തസത്ത ഒന്ന് തന്നെയാണ്. Hallelujah. ഹല്ലേലൂയ. Jesus came, Jesus died for us, he ministered to the people, he died for us, he rose up from the dead, he went back. The same event, 4 people, 4 evangelists are reporting in their own words from 4 different angles. ഇതാ യേശു ഭൂമിയിലേക്ക് വന്നു, യേശു മരിച്ചു, യേശു അടക്കപ്പെട്ടു, യേശു ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്തു. എന്നാൽ 4 സുവിശേഷകന്മാരും അവരുടെ വീക്ഷണത്തിൽ നിന്നുകൊണ്ടാണ് അവർ 4 രീതിയിലാണ് അത് എഴുതിയിരിക്കുന്നത്. John's gospel is the 4th one. യോഹന്നാന്റേത് 4ാമത്തെ സുവിശേഷമാണ്. And in John's gospel he has a different approach from all others. മറ്റ് സുവിശേഷം എഴുതിയിരിക്കുന്ന ആളുകളിൽ നിന്ന് വ്യത്യസ്തമായൊരു സമീപനമാണ് യോഹന്നാന്റേത്. The first 3 gospels are known as synoptic or similar gospels. ആദ്യത്തെ 3 സുവിശേഷങ്ങളും സമവീക്ഷണ സുവിശേഷങ്ങൾ, ഒരേപോലുള്ള സുവിശേഷങ്ങൾ എന്ന് പറയാം. But the 4th one is totally different. 4ാമത്തേത് ഏറ്റവും വ്യത്യസ്തമായ ഒരു കാര്യമാണ്. The language style, the perspective, everything is different. അതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഭാഷ, അതിന്റെ എഴുത്ത് രീതികൾ എല്ലാം വ്യത്യാസമാണ്. The main reason is that the writer of John's gospel, John the apostle, was so intimate. He had a heart-to-heart deep relationship with the Son of God.
കാരണം അതിന് ഒരു കാര്യമെന്നത് ഈ ദൈവപുത്രനായ യേശുവുമായിട്ട് യോഹന്നാൻ അപ്പോസ്തലന് ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്കുള്ള ഒരു അഭേദ്യമായ ഉറ്റബന്ധം ഉണ്ടായിരുന്ന വ്യക്തി. So Matthew was watching everything. മത്തായി എല്ലാം സൂക്ഷിച്ച് നിരീക്ഷിക്കുമായിരുന്നു. And he was recording everything. അവനെല്ലാം കുറിച്ചെടുക്കുമായിരുന്നു. When he wrote from his perspective. താൻ എഴുതിയപ്പോൾ തൻ്റെ വീക്ഷണത്തിൽ നിന്നുകൊണ്ടാണ് താൻ അത് എഴുതിയിരിക്കുന്നത്. But when John wrote, maybe he was not writing with a quill, he was writing with his heart. എന്നാൽ ഒരുപക്ഷെ യോഹന്നാൻ അത് എഴുതിയപ്പോൾ താൻ അത് മഷികൾ കൊണ്ടല്ല, തൻ്റെ ഹൃദയത്തിൽ നിന്നാണ് താൻ അത് എഴുതിയത്. Come on. ആമേൻ, ആമേൻ, ആമേൻ. Hallelujah. ഹല്ലേലൂയ. Today the Holy Spirit, I believe, will do some work in your heart. ഇന്ന് ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവ് ഇത് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ഹൃദയത്തിൽ ചില പ്രവൃത്തികൾ ചെയ്യാൻ പോവുകയാണ്. Hallelujah. ഹല്ലേലൂയ. Our salvation started not from our hand, from our heart. നമ്മുടെ രക്ഷ ആരംഭിച്ചത് നമ്മുടെ കരങ്ങളിൽ നിന്നല്ല, നമ്മുടെ ഹൃദയത്തിൽ നിന്നാണ്. That's why in Romans chapter 10 and verse number 9, if you confess with your mouth that the Lord is, Jesus is your Lord, and believes in your heart that God raised him from the dead, you will be saved. അതുകൊണ്ടാണ് റോമാലേഖനം 10-ാം അധ്യായം 9-ാമത്തെ വചനത്തിൽ നമ്മൾ വായിക്കുന്നത്, കർത്താവായ യേശുവിനെ നിങ്ങൾ ഇതാ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും, അവിടെ പറയുന്നു ഹൃദയം കൊണ്ട് നിങ്ങൾ വിശ്വസിക്കുന്നു, മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു നിങ്ങൾ ഏറ്റുപറയുമ്പോൾ നിങ്ങൾ രക്ഷിക്കപ്പെടുന്നു. Hallelujah. Hallelujah. So it all starts from our heart. അത് നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത്. Hallelujah. Hallelujah. A marriage starts from the heart. ഒരു വിവാഹം ആരംഭിക്കുന്നത് ഹൃദയത്തിൽ നിന്നാണ്. Hallelujah. Hallelujah. The man is receiving the woman into the heart. The woman is receiving the man as her husband in the heart. ഇതാ പുരുഷൻ തൻ്റെ ഭാര്യയെ തൻ്റെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുന്നു, അതുപോലെ തന്നെ ഒരു ഭാര്യയെ തൻ്റെ ഭർത്താവിനെ ഹൃദയത്തിലേക്കാണ് സ്വീകരിക്കുന്നത്. Hallelujah. Hallelujah. So a marriage is a heart thing. അതുകൊണ്ട് ഒരു വിവാഹ ജീവിതം എന്നത് ഹൃദയത്തെ സംബന്ധിക്കുന്ന ഒരു കാര്യമാണ്. And a salvation is a heart thing. അതുപോലെ രക്ഷയും ഹൃദയം സംബന്ധിച്ചൊരു കാര്യമാണ്. If you have no heart for Jesus, you are not saved. നിങ്ങൾക്ക് യേശുവിന് വേണ്ടി ഹൃദയമില്ലെങ്കിൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിട്ടില്ല. Say it again, brother. നിങ്ങൾക്ക് യേശുവിന് വേണ്ടി ഹൃദയമില്ലെങ്കിൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിട്ടില്ല. യേശുവിന് വേണ്ടി നിങ്ങൾക്കൊരു ഹൃദയമില്ലെങ്കിൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിട്ടില്ല. സംസാരശേഷിയില്ലാത്ത ജനമാണ്, ഒന്നുകൂടി പറഞ്ഞു കൊടുക്കുക. ആമേൻ. യേശുവിന് വേണ്ടി നിങ്ങൾക്ക് ഹൃദയം കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ, ആ ഹൃദയത്തിൽ നിന്നുള്ളൊരു ബന്ധം നിങ്ങൾക്കില്ലെങ്കിൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിട്ടില്ല. You are preaching good, brother. Preach again. ആമേൻ, ആമേൻ. നിങ്ങളുടെ ഹൃദയം യേശുവിന് വേണ്ടി നിങ്ങൾ കൊടുത്തിട്ടില്ലെങ്കിൽ, നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നും യേശുവിൻ്റെ ഹൃദയത്തിലേക്ക് ഒരു ഉറ്റ ബന്ധമില്ലെങ്കിൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിട്ടില്ല. ആമേൻ. One day Jesus was invited to a Pharisee's house. ഒരു ദിവസം യേശു ഒരു പരീശന്റെ ഭവനത്തിലേക്ക് ക്ഷണിക്കപ്പെട്ടു. The Pharisaic community rejected Jesus, but one particular Pharisee, and I think his name was Simon, he invited Jesus into his house. ഇതാ പൊതുവെ പരീശ സമൂഹം യേശുവിനെ പുറന്തള്ളിയിരുന്നെങ്കിലും ത്യജിച്ചു കളഞ്ഞെങ്കിലും ഒരു പരീശൻ, അദ്ദേഹത്തിന്റെ പേര് ശിമോൻ എന്നാണ്, അദ്ദേഹം ഒരു ദിവസം യേശുവിനെ തന്റെ വീട്ടിലേക്ക് ക്ഷണിക്കുകയാണ്. In some other gospel it is said that Simon the leper, maybe he was a leper before. In one of the healing crusades of Jesus he got healed. It's not written here, I guess. ഇതാ മറ്റൊരു സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്നു, കുഷ്ഠരോഗിയായിരുന്ന ശിമോൻ, ഒരു പക്ഷേ അദ്ദേഹം കുഷ്ഠരോഗിയായിരുന്നു, യേശുവിൻ്റെ ഒരു ഹീലിംഗ് ക്രൂസൈഡിൽ സൗഖ്യമായ വ്യക്തിയായിരിക്കാം. അത് വ്യക്തമായി അവിടെ എഴുതിയിട്ടില്ല. അത് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്. Anyway, Jesus was invited to this particular home. ഈ വ്യക്തിയുടെ ഭവനത്തിലേക്കാണ് യേശു ക്ഷണിക്കപ്പെട്ടത്. And an elaborate banquet was, food and everything was set up. വളരെ വിശാലമായ രീതിയിലുള്ള സൽക്കാരങ്ങളും വിരുന്നൊക്കെ അവിടെ ഒരുക്കിയിരിക്കുകയാണ്. We will read Luke chapter 7:44 onward first, and then we will come back to John chapter 6. നമുക്ക് ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം 44 മുതൽ വായിച്ച ശേഷം നമുക്ക് യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് മടങ്ങി വരാം.
Luke 7:44. Then he turned toward the woman and said to Simon, "Do you see this woman? I came into your house. You did not give me any water for my feet, but she wet my feet with her tears and wiped them with her hair." സ്ത്രീയുടെ നേരെ തിരിഞ്ഞ് ശിമോനോട് പറഞ്ഞത്, ഈ സ്ത്രീയെ കാണുന്നുവോ? ഞാൻ നിന്റെ വീട്ടിൽ വന്നു, നീ എൻ്റെ കാലിന് വെള്ളം തന്നില്ല. ഇവളോ കണ്ണുനീർ കൊണ്ട് എൻ്റെ കാൽ നനച്ച് തലമുടി കൊണ്ട് തുടച്ചു. നീ എനിക്ക് ചുംബനം തന്നില്ല. ഇവളോ ഞാൻ അകത്തു വന്നതു മുതൽ ഇടവിടാതെ എൻ്റെ കാൽ ചുംബിച്ചു. Wait. So something unforeseen happened in that get together. ഇതാ ഇതുവരെ ആരും കാണാത്ത ഒരു സംഭവം ആ വലിയൊരു വിരുന്നുശാലയിൽ നടക്കുകയാണ്. It was like a cottage meeting or a zonal meeting. People were invited, and in this particular house Jesus was the chief guest. And in between, when the party was going on, get together was going on, a woman came in. ഇതാ വലിയൊരു പ്രാർത്ഥനാ യോഗം നടക്കുകയാണ്. ഒരു സോണൽ മീറ്റിംഗ് ഒക്കെ പോലെ വലിയൊരു ഗ്യാതറിംഗ് നടക്കുന്നു. എന്നാൽ ആ ഒരു പ്രത്യേകമായ ആത്മീക മീറ്റിംഗിലേക്ക് ഈ ഒരു വ്യത്യസ്തയായ സ്ത്രീ കടന്നു വരികയാണ്. She was not invited. അവൾ യഥാർത്ഥത്തിൽ അവിടെ ക്ഷണിക്കപ്പെട്ടിട്ടില്ല. An uninvited sinful woman. This lady was notorious for her sinful life in all the neighborhood and locality. She came in without invitation. ഇതാ തനിക്ക് യാതൊരു ക്ഷണവുമില്ലാതെ തന്നെ, ക്ഷണിക്കപ്പെടാതെ തന്നെ പാപിനിയായ ആ സമൂഹത്തിലെല്ലാവരാലും അവിടെ കുപ്രസിദ്ധിയുള്ള ആ ഒരു പാപിനിയായ സ്ത്രീ അവിടേക്ക് വരികയാണ്. So when the meeting was going on, people were talking or people were having fellowship, beautiful fellowship. They were drinking the welcome drink, and then the starters was being served. At that time, this lady dashed into the room, fell at the feet of Jesus. She started crying. With her tears, she wet the feet of Jesus. Can you imagine the volume of tears she let go into the feet of Jesus so that it was washed with the tears? ഇതാ എല്ലാവരും സ്റ്റാർട്ടേഴ്സ് കഴിക്കുന്നു, പലരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത് അവരുടെ ഇടയിലൂടെ വേഗത്തിൽ ഒരു സ്ത്രീ വന്ന് യേശുവിൻ്റെ കാലിൽ വന്ന് വീണ് അവൾ വല്ലാതെ കരയാൻ തുടങ്ങി. അവൾ ധാരാളമായി കരഞ്ഞ്, ഒന്ന് ചിന്തിച്ചു നോക്കൂ, അവളുടെ കണ്ണുനീർ ധാരധാരയായി ഒഴുകി അത് യേശുവിൻ്റെ കാലെല്ലാം നനച്ച് അതവൾ തുടക്കുന്ന രീതിയിൽ അത്രത്തോളം കണ്ണുനീർ കൊണ്ട് യേശുവിൻ്റെ കാൽ അവൾ നനച്ചു. She was not invited. അവളെ ആരോടെ ക്ഷണിച്ചിട്ടില്ല. Then she took out her kerchief and started wiping off the tears from his feet. ഇതാ അവന്റെ കാൽപാദത്തിൽ നിന്ന് അവളുടെ കർച്ചീഫ് എടുത്തുകൊണ്ട് അവ തുടച്ചു മാറ്റാൻ തുടങ്ങി. Am I right? ശരിയാണോ? No. Lie. അല്ല, നുണ. She took her long hair and started wiping the feet of Jesus. അവളൊരു തൂവാല കൊണ്ടല്ല തുടച്ചു മാറ്റിയത്. അവളുടെ നീളമുള്ള ആ മുടി എടുത്ത് അവൾ കണ്ണുനീർ കൊണ്ട് നനച്ച യേശുവിൻ്റെ കാൽപാദങ്ങൾ അവൾ തുടക്കുവാൻ തുടങ്ങി. നല്ല മുടിയുള്ള സഹോദരിമാരൂടെ ഉണ്ട്. നിങ്ങൾ ആരുടെ വേണമെങ്കിലും കാല്, നിങ്ങളുടെ ഭർത്താവിൻ്റെ കാലോ നിങ്ങളുടെ പിതാവിൻ്റെ കാലോ പിന്നെ ഡാഷ് 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 ആരുടെയെങ്കിലുമൊക്കെ കാലോ എന്നെങ്കിലും നിങ്ങളുടെ മുടി കൊണ്ട് ഉണക്കിയിട്ടുണ്ടോ? എൻ്റെ മുടിയോ ഷാമ്പു ചെയ്ത് എല്ലാം ചെയ്തിട്ടിരിക്കുന്ന മുടി ആരുടെയെങ്കിലും കാല് തുറക്കാനാണ്. But this lady did it. ഈ സ്ത്രീ അത് ചെയ്തു. At that time, Mr. Host, the Pharisee, Simon the leper, was judgmental, criticizing this lady and criticizing the guest, chief guest Jesus. He was thinking in his heart, if he was really a prophet, he would know what kind of a lady this is. ഇതാ ഇപ്പോൾ ആ വീടിൽ ഉടമസ്ഥനായ ആതിഥേയനായിരിക്കുന്ന വ്യക്തി, ആ പരീക്ഷനായ വ്യക്തി ചിന്തിക്കുകയാണ്,
അവൻ ഇതെല്ലാം കണ്ട് ഇവളെ മുൻവിധിയോടെ കണ്ട് ഇവളെ വളരെ വിമർശിച്ചുകൊണ്ട് താൻ യേശുവിനെയും താൻ വിശിഷ്ടാദ്യമായി വിളിച്ചിരിക്കുന്ന യേശുവിനെയും ഹൃദയത്തിൽ വിമർശിച്ചുകൊണ്ട് പറയുകയാണ്, ഇവൾ ഏതു തരം സ്ത്രീ ആയിരുന്നുവെന്ന് ഇവൻ അറിഞ്ഞിരുന്നുവെങ്കിൽ, ഇവൻ ശരിക്കും ഒരു പ്രവാചകനായിരുന്നെങ്കിൽ ഇവൻ അറിയാമായിരുന്നു. ഈവൻ നമ്മുടെ ബ്ലെസ്സിങ് ടു എന്തൊക്കെ ടൈപ്പാണ് വരുന്നത്. ക്ഷമാ സിസ്റ്റർ, ഇവിടുത്തെ ആളുകൾക്കൊക്കെ തിരിയെങ്കിലും വിവേചനം വരണ്ടായിരുന്നെങ്കിൽ ഇതുങ്ങളെയൊക്കെ കയറ്റുമോ? ബ്ലെസ്സിങ് ഗ്രൂപ്പിലെടുക്കുമോ? വോളണ്ടിയറായിട്ട് നിർത്തുമോ? എന്തൊക്കെ ടൈപ്പ്! ദിസ് ഈസ് മാൻ. ഇതാണ് മനുഷ്യർ. Then Jesus spoke up. പിന്നെ യേശു താൻ സംസാരിക്കാൻ തുടങ്ങി. Let's read that once again. നമുക്ക് വീണ്ടും ആ വായിച്ച വചനം ഒന്നുകൂടെ വായിക്കാം. Then he turned toward the woman and said to Simon. അവൻ സ്ത്രീയുടെ നേരെ തിരിഞ്ഞ് ശീമോനോട് പറഞ്ഞു. The uninvited sinful lady, he turned to him and then he spoke to the host. യേശു അവൾ ക്ഷണിക്കപ്പെടാതിരുന്ന ആ സ്ത്രീയുടെ നേരെ തിരിഞ്ഞു, പക്ഷെ ശീമോനോട് അവൻ പറഞ്ഞു. He said, do you see this woman? നീ ഈ സ്ത്രീയെ കാണുന്നു? I came into your house. You did not give me any water for my feet. ഞാൻ നിന്റെ വീട്ടിൽ വന്നു, എന്നാൽ നീ എൻ്റെ കാലിന് വെള്ളം തന്നില്ല. That means usually in those days when a chief guest comes, an important person comes to your house, if that guest is higher than the host himself will go out and wash the feet. അന്നത്തെ കാലഘട്ടത്തിൽ ഒരു വീട്ടിലേക്ക് ഒരാൾ ക്ഷണിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തി ഒരു വിശിഷ്ട അതിഥിയാണെങ്കിൽ വരുന്ന അതിഥി സ്വീകരിക്കുന്ന വ്യക്തി വീട്ടുകാരനേക്കാൾ നല്ല വ്യക്തിയാണെങ്കിൽ, ഉയർന്ന വ്യക്തിയാണെങ്കിൽ, ഈ വീട്ടുകാരൻ തന്നെ നേരിട്ട് ചെന്ന് ആ വ്യക്തിയുടെ കാലിലേക്ക് വെള്ളമൊഴിച്ച് കാല് കഴുകി കൊടുക്കുമായിരുന്നു. See, are we all together? Are you listening? ഒപ്പം ദേവദാസന്റെ ഒപ്പം ഉണ്ടോ? Hello. കേൾക്കുന്നുണ്ടോ? Hello. Now, if the guest is equal to the host, some servant will come and wash. എന്നാൽ വരുന്ന ആളും സ്വീകരിക്കുന്ന ആളും ഒരേ തുല്യ പദവിയിലുള്ളവരാണെങ്കിൽ ആ വീട്ടിലെ ദാസൻ ചെന്നിട്ട്, വേലക്കാരൻ ചെന്നിട്ടായിരിക്കും കാല് കഴുകി കൊടുക്കുന്നത്. If the guest is lower to the host, the guest should wash his feet by himself and come in. എന്നാൽ വരുന്ന ആ വ്യക്തി അതിഥി വീട്ടുകാരനേക്കാൾ താഴ്ന്ന വ്യക്തിയാണെങ്കിൽ അവൻ തന്നെ വെള്ളമെടുത്ത് സ്വയമായി അതിഥി കഴുകി വീട്ടിനകത്തേക്ക് കയറണം. Nothing happened in Jesus' case. എന്നാൽ ഈ യേശുവിന്റെ കാര്യത്തിൽ ഈ വീട്ടിൽ അതൊന്നും സംഭവിച്ചില്ല. Nobody gave him water for his feet. ഒരാൾ പോലും അവന്റെ കാൽ കഴുകുവാൻ വെള്ളം ഒഴിച്ചു കൊടുത്തില്ല. Hello. That means nobody washed Jesus' feet. Jesus was unwelcome even though he was invited. യേശുവിനെ അവിടെ ക്ഷണിച്ചിരുന്നെങ്കിലും യഥാർത്ഥത്തിൽ ആദരവോടുകൂടി ഒരു ക്ഷണം യേശുവിന് അവിടെ ലഭിച്ചിരുന്നില്ല, സ്വീകരണം ലഭിച്ചിരുന്നില്ല. Now this lady, as a bolt from the blue, suddenly he comes in and she started pouring in her tears of repentance and brokenness with a contrite spirit. She started to wipe his feet also with her hair. പക്ഷെ ആരും നനച്ചിരിക്കാതെ ഈ സ്ത്രീ പെട്ടെന്ന് എവിടുന്നോ പ്രത്യക്ഷപ്പെടുകയാണ്. അവൾ വന്ന് അവളുടെ കണ്ണുനീർ കൊണ്ട് യേശുവിൻ്റെ പാദങ്ങൾ നനയ്ക്കുകയും തൻ്റെ മുടി കൊണ്ട് ആ നനഞ്ഞ ഭാഗമെല്ലാം തുടച്ച് യേശുവിൻ്റെ പാദങ്ങൾ വൃത്തിയാക്കുകയും. Verse number 45 says, you did not give me a kiss. That was another tradition. When an honorable guest comes, the host will go out and give him kiss and welcome. ഇതാ അവിടെ യേശു വീണ്ടും തുടർന്ന് പറയുകയാണ്, നീ എനിക്ക് ചുംബനം തന്നില്ല. അത് അവരുടെ യഹൂദന്മാരുടെ മറ്റൊരു സമ്പ്രദായമായിരുന്നു. ഒരു മാന്യനായ അതിഥി വീട്ടിലേക്ക് വരുമ്പോൾ ഓടിച്ചെന്ന് അവർ ഒരു ചുംബനം കൊടുക്കും. എന്നാൽ യേശുവിടെ പറയും, നീ എനിക്ക് ചുംബനം തന്നില്ല. But this woman, from the time I entered, has not stopped kissing my feet. Maybe when Jesus was speaking this lady is clinging to his feet and continuing to kiss him. എന്നാൽ ഇവളോ, ഞാൻ അകത്ത്
വന്നത് മുതൽ ഇടവിടാതെ എൻ്റെ കാൽ ചുംബിച്ചു. ഒരുപക്ഷെ യേശു വാക്കുകൾ ശിമോനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്തും യേശുവിൻ്റെ കാൽപാദങ്ങളിൽ അവൾ വീണ് കിടന്ന് അവൻ്റെ പാദമെടുത്ത് അവൾ മാറാതെ ചുംബനം കൊടുത്തുകൊണ്ടിരിക്കുകയായിരിക്കും. How do we treat Jesus? നമ്മൾ എങ്ങനെയാണ് യേശുവിനെ കൈകാര്യം ചെയ്യുന്നത്? The real presence of Jesus will generate repentance. യേശുവിൻ്റെ പൊതുവായ സാന്നിധ്യം ഒരു മാനസാന്തരം ഉളവാക്കുന്നതാണ്. യേശുവിൻ്റെ സാന്നിധ്യം മാനസാന്തരം ഉളവാക്കുന്നു. Godly sorrow invokes repentance. ഇതാ ദൈവികമായ ദുഃഖം മാനസാന്തരത്തെ ഉളവാക്കുന്നു. Worldly sorrow will take you to depression. എന്നാൽ ലോകപരമായ ദുഃഖം നിങ്ങളെ വിഷാദത്തിലേക്ക് കൊണ്ടുപോകും. The presence of Jesus will bring in godly sorrow in our hearts. യേശുവിന്റെ സാന്നിധ്യം ദൈവികമായ ദുഃഖത്തെ നമ്മുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരും. This lady was living in sins. ഈ സ്ത്രീ പാപത്തിൽ ജീവിക്കുന്ന ഒരു സ്ത്രീയായിരുന്നു. But the presence of Jesus in that village or in that locality attracted the sinner to the Savior. And when she came, she started weeping and weeping because of her sinful past life. ഇതാ എന്നാൽ രക്ഷകനായ യേശുവിൻ്റെ സാന്നിധ്യം ആ സമീപത്തെല്ലാം മാനസാന്തരം ഉളവാക്കുകയും അവൾ കരഞ്ഞുകൊണ്ട് ഇവളുടെ കഴിഞ്ഞകാല ജീവിതമോർത്ത് വിലപിച്ചുകൊണ്ട് ദുഃഖിച്ചുകൊണ്ട് അവൾ അതിനകത്തേക്ക് കയറി വന്നു. Verse number 46, you did not pour oil on my head, but she has poured perfume on my feet. ഇത് 46 വചനം പറയുന്നു, നീ എൻ്റെ തലയിൽ തൈലം പൂശിയില്ല, ഇവളോ പരിമള തൈലം കൊണ്ട് എൻ്റെ കാൽ പൂശി. Hallelujah. Hallelujah. Another thing this lady did was he poured precious perfume on his feet. ഇതാ മറ്റൊരു കാര്യം ഈ സ്ത്രീ ചെയ്തതാണോ, വളരെ വിലയേറിയ പരിമള തൈലം കൊണ്ട് യേശുവിൻ്റെ കാൽ അവൾ പൂശി. Hallelujah. ഹല്ലേലൂയ. So she poured her tears, number one. Then she wiped the tears with her own hair, number two. Number three, continually she kissed him. Number four, she poured perfume on his feet. ഇതാ ആദ്യമായി അവൾ യേശുവിൻ്റെ കാലുകൾ അവളുടെ കണ്ണുനീര് കൊണ്ട് നനച്ചു. രണ്ടാമതായി ആ നനഞ്ഞ കാൽപാദങ്ങൾ അവളുടെ തലമുടി കൊണ്ട് അവൾ ഇടവിടാതെ അവൾ തുടച്ചുകൊണ്ടിരുന്നു. മൂന്നാമതായി അവൾ ആ യേശുവിൻ്റെ പാദത്തെ അവൾ ചുംബിച്ചു. നാലാമതായി പരിമള തൈലം ആ യേശുവിൻ്റെ പാദത്തിൽ പൂശി. Turn to your neighbor, look into the eyes and very softly ask, how do you treat Jesus? നിങ്ങളുടെ അടുത്തിരിക്കുന്ന വ്യക്തിയുടെ കണ്ണുകളിലേക്കൊന്ന് നോക്കിയേ. എന്നിട്ട് അവരോട് വളരെ മൃദുവായി ചോദിച്ചേ, നിങ്ങൾ യേശുവിനെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്? Do you give the Simon treatment or the sinful woman treatment? നിങ്ങൾ യേശുവിനെ ശിമോൻ കൈകാര്യം ചെയ്ത പോലെയാണോ, അല്ലെങ്കിൽ ആ പാപിയായ സ്ത്രീ ചെയ്തതുപോലെയാണോ? Love is not to be reserved, love is to be expressed. സ്നേഹം അകത്ത് ഒതുക്കി വെക്കാനുള്ളതല്ല, അത് പ്രകടിപ്പിക്കുവാനുള്ളതാണ്. കുറച്ച് പേരൊക്കെ പറയുന്നുണ്ട് എന്തൊക്കെയോ. സ്നേഹം ഉള്ളിൽ ഒതുക്കി ആര് കാണാതെ വെക്കാനുള്ളതല്ല, ആ സ്നേഹം നമ്മൾ പുറത്തേക്ക് പ്രകടിപ്പിക്കാനുള്ളതാണ്. Many of us, we feel very dignified in the church circle. Usually we give only tata to Jesus. നമ്മൾ പലപ്പോഴും ദൈവസഭയിൽ വന്ന് വളരെ മാന്യന്മാരായി കർത്താവേ ടാറ്റ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കും. When the preacher preaches and when he comes to the apex of his preaching points, we'll give tata to Jesus. ആ പ്രസംഗകൻ ആ സന്ദേശം നൽകുന്ന വ്യക്തി അതിശക്തമായി പ്രസംഗിച്ച് ഏറ്റവും ശക്തമായ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആ പ്രസംഗത്തിന്റെ കൊടുമുടിയിൽ എത്തുമ്പോഴും രണ്ട് കൈവീശി കൊടുക്കും, ടാറ്റ ജീസസ്. Because I am coming from a good family, you know. കാരണം നിങ്ങൾക്കറിയാമോ എൻ്റെ കുടുംബം, ഞാൻ വരുന്ന കുടുംബം ഏതാണെന്നറിയാമോ? You know my education. എൻ്റെ വിദ്യാഭ്യാസ യോഗ്യത You know who I am. ഞാൻ ആരാണെന്നറിയാമോ? I am that I am. ഞാൻ ആകുന്നവൻ ഞാനാകുന്നു. So there is no crumbling inside, there is no brokenness inside,
there is no repentance inside and we don't express our love for Jesus. നമ്മുടെ അകത്തൊരു നുറുക്കമില്ല, നമ്മുടെ അകത്തൊരു മാനസാന്തരമില്ല. അതുകൊണ്ട് തന്നെ നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ നമ്മൾ പ്രകടമാക്കുന്നില്ല, പ്രദർശിപ്പിക്കുന്നില്ല. I'm asking you a personal question. If you were in that place, if I were in that place, all the this is a Pharisee's house. That means the upper class aristocratic, the elite circle, all are in suits and shoes and very high class. So there in that circle, kneeling down, falling at the feet of Jesus, crying like a dog, shedding tears, taking the hair, everything is undignified. ഇതാ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, ആ സ്ഥലത്ത് ഞാനായിരുന്നെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളായിരുന്നെങ്കിൽ നിങ്ങൾ എങ്ങനെയായിരിക്കും അന്ന് പെരുമാറുക? ഇതാ നിങ്ങൾ ഓർക്കണം, ഇതൊരു പരീക്ഷൻ്റെ ഭവനമാണ്, ഒരു ഉന്നത വ്യക്തിയുടെ ഭവനമാണ്. എല്ലാവരും നല്ല സൂട്ടും കോട്ടും ഇട്ട് ഷൂവൊക്കെ ഇട്ട് മാന്യന്മാരായി ഏറ്റവും സമൂഹത്തിലെ ഉന്നതൻ മാത്രം കൂടിയിരിക്കുന്ന ആ കൂടിവരവിൽ ഇതാ ഒരു സ്ത്രീ ഓടി വന്ന് കാലിൽ വീണ് കരഞ്ഞ് വിലപിച്ച് അവൾ കണ്ണുനീരുകൊണ്ട് അവിടെ മുഴുവൻ യേശുവിൻ്റെ പാദം നനച്ച് അവൾ ആ ഒരു രീതിയിൽ അവളുടെ സ്നേഹം പ്രകടമാക്കുകയാണ്. When you are aware, when you recognize the real holy presence of Jesus, your aristocracy, your dignity, and your all the whole such things will be powdered in his presence. ഇത് യേശുവിൻ്റെ യഥാർത്ഥമായ അവിശുദ്ധിയെ നിങ്ങൾ തിരിച്ചറിയുമ്പോൾ അവൻ്റെ സാന്നിധ്യത്തിൽ നിങ്ങളുടെ സകല മാന്യതകളും നിങ്ങളുടെ സകല പദവികളും അത് പൊടിയായി പോകും. If you don't know how to respond to the presence of Jesus, if you don't know how to respect and revere and honor the presence of Jesus, we are like Simon the leper. ഇതാ ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ, യേശുവിൻ്റെ സാന്നിധ്യത്തോട് എങ്ങനെ പ്രതികരിക്കണം, എങ്ങനെ അതിനെ ബഹുമാനിക്കണമെന്ന് നമുക്ക് അറിയില്ല എങ്കിൽ നമ്മൾ ആ പരീശനായ ശിമോന് തുല്യമാണ്. This is a public meeting, this is a formal meeting, but still this lady, because of the awareness of the presence of the Savior, because there was godly sorrow and repentance inside, she expressed her repentance and love for the Savior publicly. ഇതൊരു പൊതുവായ മീറ്റിംഗാണ്, ഔദ്യോഗികമായ മീറ്റിംഗാണ്. എങ്കിലും ആ രക്ഷകന്റെ സാന്നിധ്യത്തെക്കുറിച്ചുള്ള ബോധ്യം അവളുടെ അകത്തു വന്ന ദൈവികമായ ദുഃഖത്താൽ ഉളവായ മാനസാന്തര നിമിത്തം അവൾ ഓടി വന്ന് അവൾ എങ്ങനെയാണോ അതുപോലെ ദൈവസന്നിധിയിൽ തന്നെ പുറത്തേക്ക് ഒഴുക്കുകയാണ്, പ്രകടമാക്കുകയാണ്. Blessing today family, how many of you will train yourself, teach yourself to strip away all your dignity when you worship the Lord? ഇതാ ബ്ലെസ്സിംഗുടെ കുടുംബമേ, നിങ്ങൾ കർത്താവിനെ ആരാധിക്കുമ്പോൾ നിങ്ങളെ തന്നെ, നിങ്ങളുടെ സകല മാന്യതകളെയും സകലത്തെയും ഉരിഞ്ഞു കളഞ്ഞ് ദൈവസന്നിധിയിൽ ആരാധിക്കുവാൻ നമ്മെ തന്നെ പരിശീലിപ്പിക്കണം. This is what is happening continually in heaven. ഇതാണ് സ്വർഗത്തിൽ നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്നത്. The 24 elders, they throw their crowns and they fall prostrate before God when they worship. ഇതാ ദൈവത്തെ ആ 24 മൂപ്പന്മാർ അവർ ആരാധിക്കുമ്പോൾ അവരുടെ സിംഹാസനങ്ങളിൽ എഴുന്നേറ്റ് അവരുടെ കിരീടങ്ങളെ താഴേക്ക് എറിഞ്ഞു കളഞ്ഞ് സാഷ്ടാംഗം വീണ് അവർ ദൈവത്തെ ആരാധിക്കുകയാണ്. Shout hallelujah. ഉറക്കെ ഹല്ലേലൂയ, hallelujah, hallelujah. Now David, you know the story of David. He was a worshipper of God, he was a songwriter, he was a worship leader, and he trained himself to worship in his lonely anonymous life. ഇതാ ദാവീദിനെ കുറിച്ച് നിങ്ങൾക്കറിയാം, ഒത്തിരി പാട്ടുകൾ സങ്കീർത്തനങ്ങൾ താൻ എഴുതി. താൻ തന്നെ നല്ലൊരു ആരാധനക്കാരനായിരുന്നു, അനേക ആരാധനകൾക്ക് നേതൃത്വം കൊടുക്കുന്ന വ്യക്തിയായിരുന്നു. എന്നാൽ ആരാലും അറിയപ്പെടാത്ത തൻ്റെ ഏകാന്ത ജീവിതത്തിൽ ഉടനീളവും അവൻ കർത്താവിനെ ആരാധിക്കാൻ പരിശീലിപ്പിക്കപ്പെട്ടു. When he was an unimportant person, even in his own family, the rejected case,
that time he worshiped the Lord. ഇതാ തൻ്റെ കുടുംബത്തിൽ തന്നെ എല്ലാവരും തള്ളപ്പെട്ടവനായി അജ്ഞാതനായി കഴിഞ്ഞ ആ ഒരു കാലത്തിലും താൻ യേശുവിനെ കർത്താവിനെ ആരാധിക്കുന്നവനായിരുന്നു. Maybe I believe Psalm 23 was written when he was a boy, when he was a shepherd boy, before becoming king. ഞാനിങ്ങനെ വിശ്വസിക്കുന്നു, താൻ സങ്കീർത്തനങ്ങൾ 23 എഴുതിയത് താൻ ഒരു രാജാവാകുന്നതിന് മുൻപ് തന്നെ ഒരു ഇടയച്ചെറുക്കനായി കഴിഞ്ഞിരുന്ന കാലഘട്ടത്തിൽ താൻ എഴുതിയതാണത്. Maybe he penned those lines, those lyrics when he was tending the sheep. Maybe he was sitting on a rock observing his sheep, his father's sheep actually, with that rod and staff, watching how the sheep is moving to the still waters, grazing along that green pastures, how they were taken care of by himself. The same way the Lord is my shepherd, I shall not want. ഒരുപക്ഷെ താൻ ഇടയ ചെറുക്കനായി തൻ്റെ ആടുകളെല്ലാം താൻ വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. താൻ അപ്പൻ്റെ ആടുകളെ താൻ മേയ്ക്കുമ്പോൾ തൻ്റെ കയ്യിൽ വടിയുണ്ട്, ആടുകളെ മേയ്ക്കുവാനുള്ള കോലുകളുണ്ട്. ഈ ആടുകളെ താൻ വെള്ളത്തിലേക്ക് കൊണ്ടുപോകുന്നതും പച്ചപ്പുല്ല് നിറഞ്ഞ മേടുകളിൽ താൻ മേയ്ക്കുന്നതും എല്ലാം കണ്ടുകൊണ്ട് താൻ എഴുതുകയാണ്, കർത്താവ് എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. When he became a king, he did not stop writing songs. താൻ രാജാവായി മാറിയപ്പോൾ പാട്ടെഴുത്ത് നിർത്തിയില്ല. When he became a king and when he was bringing the ark along the way, on the road, he started dancing around and worshiping the Lord. ഇതാ അവൻ രാജാവായ ശേഷം കർത്താവിന്റെ പെട്ടകം മടക്കി കൊണ്ടുവരുന്ന വഴിയിൽ ആ പെട്ടകത്തിന്റെ മുൻപിൽ നൃത്തം ചെയ്യുവാൻ താൻ മറന്നുപോയില്ല. Hallelujah. Hallelujah. That time, the King Saul's daughter, his wife Michal, watched from that the king dancing on the road, and she disdained the king in her heart. ഇതാ ദാവീദ് രാജാവ് ഇങ്ങനെ നൃത്തം ചെയ്യുന്നത് കണ്ടപ്പോൾ ശൗലിന്റെ മകളായിരിക്കുന്ന ദാവീദിന്റെ ഭാര്യ മീഖൾ അവളുടെ ഹൃദയത്തിൽ അവനെ പുച്ഛിച്ചു. Never in her life she had children. അവളുടെ ജീവിതത്തിൽ ഒരു നാളും അവൾക്ക് കുഞ്ഞുങ്ങൾ ജനിച്ചില്ല. Can I tell you a secret? ഞാനൊരു രഹസ്യം നിങ്ങളോട് പറയട്ടെ. Can I tell you a secret? ഒരു രഹസ്യം നിങ്ങളോട് പറയട്ടെ. If you don't worship God, your womb will be closed. നിങ്ങൾ ദൈവത്തെ ആരാധിച്ചില്ലെങ്കിൽ നിങ്ങളുടെ ഗർഭപാത്രം അടഞ്ഞു പോകും. Meaning there will be no protection happening. അതിന്റെ അർത്ഥം ഇതാണ്, അവിടെ ഉൽപാദനങ്ങൾ നിങ്ങൾക്ക് സംഭവിക്കുന്നില്ല. If you don't worship the Lord, you will not be fruitful. നിങ്ങൾ കർത്താവിനെ ആരാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഫലം കായ്ക്കുവാൻ കഴിയുകയില്ല. Hallelujah. Hallelujah. If you know how to worship the Lord, you will be fruitful in life. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് കർത്താവിനെ ആരാധിക്കാൻ നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും നിങ്ങൾ ഫലം കായ്ക്കും. ആമേൻ. Right now, I proclaim, I decree that every hand is free to worship the Lord, every head is free to worship the Lord, every body is free to worship the Lord, every leg is free to worship the Lord. ഇപ്പോൾ യേശുവിൻ നാമത്തിൽ ഞാൻ പ്രഖ്യാപിക്കുന്നു, എല്ലാവരുടെയും കരങ്ങൾ കർത്താവിനെ ആരാധിക്കാൻ ഇപ്പോൾ സ്വതന്ത്രമാക്കപ്പെടുന്നു. എല്ലാ തലകളും ഹല്ലേലൂയ ഇപ്പോൾ യേശുവിനെ ആരാധിക്കാൻ സ്വതന്ത്രമാക്കപ്പെടുന്നു. നിങ്ങളുടെ കാലുകൾ യേശുവിന് വേണ്ടി നൃത്തം ചെയ്യുവാൻ സ്വതന്ത്രമാക്കപ്പെടുന്നു. Hallelujah. Hallelujah. Blessing today culture is to worship the Lord free. ഇതാ ബ്ലെസ്സിംഗ് ടുഡേയുടെ സംസ്കാരം എന്നത് കർത്താവിനെ സ്വാതന്ത്ര്യത്തോടെ ആരാധിക്കുന്നതാണ്. എല്ലാവരും ഒന്ന് പറഞ്ഞേ ഫ്രീ വർഷിപ്പ്. ഒന്ന് പറഞ്ഞേ ഫ്രീ വർഷിപ്പ്. ഫ്രീ വർഷിപ്പ്. കാലക്കൊന്നെനിക്ക് ഫ്രീ വർഷിപ്പ്. ഫ്രീ വർഷിപ്പ്. ഫ്രീ വർഷിപ്പ്. That is your future. അതാണ് നിങ്ങളുടെ ഭാവി. The more you worship, the more revelation you receive. നിങ്ങൾ കൂടുതൽ ആരാധിക്കുന്തോറും കൂടുതൽ വെളിപ്പാടുകൾ The more you worship, the more fruitful you will be. നിങ്ങൾ കൂടുതൽ ആരാധിക്കുന്തോറും കൂടുതൽ നിങ്ങളുടെ ജീവിതം ഫലം കായ്ക്കാൻ തുടങ്ങും. Hallelujah. ഹല്ലേലൂയ. Verse number 47 says, therefore I tell you, this is the result. Therefore I tell you, hear
many sins have been forgiven. 47-ാം വചനം, ആകയാൽ ഇവളുടെ അനേകമായ പാപങ്ങൾ മോചിച്ചിരിക്കുന്നുവെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. As her great love has shown, but whoever has been forgiven little loves little. അവൾ വളരെ സ്നേഹിച്ചുവല്ലോ, അല്പം മോചിച്ചു കിട്ടിയവൻ അല്പം സ്നേഹിക്കുന്നു. Hallelujah. ഹല്ലേലൂയ. The Bible says love covers a multitude of sins. വചനം പറയുന്നു, സ്നേഹം പാപങ്ങളുടെ ബഹുത്വത്തെ മറയ്ക്കുന്നു. ബ്രസ് അതിനെ ആധാരമാക്കി ഒന്ന് പ്രസംഗിച്ചൊരു കൊച്ചു പ്രസംഗം. ഇത് ദൈവത്തിന്റെ സ്നേഹം. ഭയങ്കര പ്രസംഗം. അംബ്രോസ് ബ്രദർ ആരാണെന്നാ നിങ്ങൾ വിചാരിച്ചത്? പ്രസംഗിക്കൂ ഞാൻ. ഇതാ, നിങ്ങൾ എത്ര പാപിയാണെങ്കിലും, എത്ര പാപത്തിന്റെ ഭാണ്ഡക്കെട്ടുകൾ നിങ്ങളുടെ അകത്തുണ്ടെങ്കിലും, ദൈവത്തിന്റെ സ്നേഹം ഇതാ നിങ്ങളുടെ സകല പാപത്തെയും, നിങ്ങളുടെ സകല പാപത്തിന്റെ ഭാരത്തെയും, അനേകം ആയിരം പാപങ്ങളെയും ആ ദൈവ സ്നേഹം മറക്കുന്നതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ കർത്താവിന്റെ സ്നേഹം നിങ്ങളുടെ മേൽ വരുമ്പോൾ, നിങ്ങൾ എത്ര പാപിയാണെങ്കിലും, നിങ്ങൾ ഒരു നാളും പാപം ചെയ്തിട്ടില്ലാത്തൊരു വ്യക്തി എന്ന പോലെ അവൻ നിങ്ങളെ കഴുകി വെടിപ്പാക്കി നിങ്ങളുടെ സകല പാപങ്ങളെയും സകല ലംഘനങ്ങളെയും അവൻ തന്റെ സ്നേഹത്താൽ പൊതിഞ്ഞ് അതിനെ ഇല്ലാതാക്കി മാറ്റുന്നു. ഹല്ലേലൂയ. ആർക്കാ കൂടുതൽ കൈയടി? പറ. അംബ്രോസ് പ്രസംഗിച്ചപ്പോഴല്ലേ കൂടുതൽ ആൾ കൈയടിച്ചത്? ശരിയല്ലേ? ഭയങ്കര പ്രേച്ചറ. ദൈവത്തെ ആരാധിക്കുന്നതിൽ ഒരു കോമ്പറ്റീഷൻ പ്രഖ്യാപിക്കുകയാണ് ഞാൻ. പല കോമ്പറ്റീഷൻ കണ്ടു. തീറ്റ മത്സരം വരെ കണ്ടിട്ടുണ്ട്. എത്ര ഇഡലി നിന്ന് തീർക്കും ഇൻ എ ഗിവൺ ടൈം. തീറ്റ മത്സരം നടക്കുന്നു, ഓട്ട മത്സരം നടക്കുന്നു, നാരങ്ങ കടിച്ചു പിടിച്ചുകൊണ്ട് നടക്കുന്നു, എന്തെല്ലാം പരിപാടികൾ. ദൈവത്തെ ആരാധിക്കുന്നതിൽ ഒരു കോൺടെസ്റ്റ് പ്രഖ്യാപിക്കുകയാണ് പബ്ലിക്കായിട്ട്. ബ്ലെസ്സിംഗ് ടുഡേ കുടുംബത്തിൽ ആര് അവൻ്റെ ഹൃദയത്തെ സ്പർശിക്കുന്ന രീതിയിൽ ആരാധിക്കും. സഭകളിലെല്ലാം അത് നടക്കട്ടെ. ബ്ലെസ്സിംഗ് ടുഡേയിൽ മാത്രമല്ല, എല്ലാ ആരാധനാലയങ്ങളിലും ആരാധനയുടെ മത്സരം നടക്കട്ടെ. ഹെൽത്തി കോൺടെസ്റ്റ്, ക്രിയേറ്റീവ് കോൺടെസ്റ്റ്. ആമേൻ, ആമേൻ. ഹല്ലേലൂയ. How many of you know that Jesus is good? എത്ര പേർക്കറിയാം നമ്മുടെ ദൈവം നല്ല How യേശു? many of you know that Jesus is gentle? യേശു സൗമ്യനാണെന്ന് എത്ര പേർക്കറിയാം? How many of you know that Jesus is loving? യേശു സ്നേഹിക്കുന്നവരാണെന്ന് എത്ര പേർക്കറിയാം? But how many of you know that Jesus is complaining also? അപ്പോൾ തന്നെ യേശു പരാതിപ്പെടാറുണ്ടെന്ന് എത്ര പേർക്കറിയാം? പരാതി പറയുന്നവരാണെന്ന് എത്ര പേർക്കറിയാം? ഈ നല്ലവനായ യേശു പരാതി പറയോ? ഇവിടെ പറഞ്ഞല്ലോ, ഇവിടെ ഇപ്പൊ പറഞ്ഞില്ലേ, ശിമോനെ നിന്റെ വീട്ടിൽ ഞാൻ വന്നത്, എൻ്റെ ഭാഷയെ പറയുക, നാടൻ, വലിയ പ്രതീക്ഷയോടെയാണ്. എനിക്ക് ഇൻവിറ്റേഷൻ ലെറ്റർ അയച്ചു, ഞാൻ ആക്സെപ്റ്റ് ചെയ്തു, ടൈം ഫിക്സ് ചെയ്തു. ബുധനാഴ്ച 6 മണിക്ക് ഞാൻ വന്നു. 5:50 വന്നു. ദൂരെ നിന്ന് ഞാൻ നിന്നെ നോക്കി. നീയല്ല എന്നെ ക്ഷണിച്ചത്. ഞാൻ വിചാരിച്ചു നീ ഒരു പാത്രത്തിൽ വെള്ളവുമായിട്ട് ഓടി വന്ന് എൻ്റെ കാലക്കൊന്ന് കഴുകി കെട്ടിപ്പിടിച്ചൊരു ഉമ്മ തന്ന് നിൻ്റെ വീട്ടിലോട്ട് എന്നെ കയറ്റും. അന്നത്തെ കാലത്ത് വേറൊരു പരിപാടി കൊണ്ട് കയറുന്ന വഴിക്ക് കാലുകളിൽ പരിപാടിയെല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ വീട്ടുകാരൻ വരുന്ന ആൾ പ്രധാനപ്പെട്ടതാണെങ്കിൽ ഉള്ളതിൽ, വീട്ടിലിരിക്കുന്നതിൽ, തയ്യാറാക്കിയതിൽ ഏറ്റവും വില പിടിച്ച പെർഫ്യൂം കൊണ്ടുവന്ന് അങ്ങ് ഒഴിക്കും തലയിൽ. അതാണ് ഈസ്റ്റേൺ കൾച്ചർ, ഓറിയൻ്റൽ കൾച്ചർ. ഒന്നും നടന്നില്ല. യേശു ഇങ്ങനെ വന്നു, വെൽക്കം പോലും പറയാൻ ആരുമില്ല, നമസ്തേ എന്ന് പറയാം. മോളുകളിൽ പോലും ഉണ്ട്, ആ വീട്ടിൽ ആരുമില്ല. ഇൻവൈറ്റ് ചെയ്തിട്ടാണ് വന്നത്. വെൽക്കം ഒന്നുമില്ല, ഷലോം ആരും പറഞ്ഞില്ല. യേശു അങ്ങ് കയറിപ്പോയി. ഇരിക്കുവല്ല, കൗച്ചിലോട്ട് ഇരിക്കുവല്ല, ഇതാ വരുന്നൊരു സ്ത്രീ. ഞാനൊരു കാര്യം പറയാം, പ്രതീക്ഷിച്ച സ്ഥാനത്ത് നിനക്ക് ബഹുമാനം കിട്ടിയില്ലെങ്കിൽ പ്രതീക്ഷിക്കാത്ത സ്ഥാനത്ത് നിന്ന് കർത്താവ് ഒരുക്കും. ആമേൻ.
ബ്രസ്ബറിനെ കൂടെ പ്രസംഗിപ്പിക്കണോ? പറഞ്ഞോ. പെട്ടെന്ന് കൈയടിച്ചാൽ അധികം പ്രസംഗിപ്പിക്കില്ല. How do you treat Jesus? നിങ്ങൾ യേശുവിനെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്? Do you honor him privately or do you have the guts to honor him publicly? നിങ്ങൾ രഹസ്യത്തിൽ യേശുവിനെ മാനിക്കുന്ന വ്യക്തിയാണോ, അല്ല പരസ്യമായി യേശുവിനെ മാനിക്കാൻ ധൈര്യമുള്ളവരാണോ? ഞാൻ ഒറ്റയ്ക്ക് മുറിയിലിരിക്കുന്ന സമയത്ത് പാട്ട് പാടും, പ്രാർത്ഥിക്കും. പക്ഷെ ചർച്ചിൽ വരുമ്പോൾ ഒരു ഞാണം. അവരൊക്കെ എന്ത് വിചാരിക്കുമെന്ന്. ഈ ഒരു ക്യാമറ വലിയൊരു ചീന പോലെ ഓടിക്കൊണ്ടിരിക്കും, പിന്നെ ഒരുത്തനിങ്ങനെ ഓടുന്നു. ഇതിൻ്റെയൊക്കെ മുമ്പിൽ ഞാനിങ്ങനെ നിന്ന് ഇതൊക്കെ ലോകം കാണില്ലേ? ഒന്നാമത് ആരോടും പറയാതെ ആൾജാമ്യത്തിലാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇതെല്ലാവരും കൂടി കണ്ടു കഴിഞ്ഞാൽ, അതുകൊണ്ടല്ലേ ബ്രദറെ ഞാൻ ആ തൂടിൻ്റെ മുറിയിൽ ഏറ്റവും പുറയിൽ പോയിരിക്കുന്നത്, ക്യാമറയിലൊന്നും പെടാതെ. കർത്താവേ, ഇന്നത്തെ ആരാധനയിൽ ഒരിക്കലും ക്യാമറ കണ്ണുകൾ പെടാതെ എന്നെ സൂക്ഷിക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ എല്ലാ ക്യാമറകളുടെ കണ്ണുകളെ ശാസിക്കുന്നു. എൻ്റെ നേരെ തിരിയുക പോ യേശുവിൻ്റെ നാമത്തിൽ. Because we don't want to come to limelight to worship God. Can I ask you a question? Do you know that He is your creator? Do you know that life came from Him? That's why you are breathing. Do you know that when you eat morsels of food, it is because of His enabling power? The food in your plate, the hand that are moving, the fingers that have the motor skills, everything is coming from Him. Are into a deserving candidate to worship Him. ഇതാ പലപ്പോഴും നമുക്ക് യേശുവിനെ പരസ്യമായി ആരാധിക്കാൻ ലജ്ജയാണ്, നാണമാണ്. എന്നാൽ അവനല്ല നിന്നെ സൃഷ്ടിച്ച ദൈവം. അവനല്ല നിന്റെ മൂക്കിലേക്ക് ജീവശ്വാസം ഓതി നിന്നെ ജീവിപ്പിക്കുകയും നീ ഭക്ഷണം കഴിക്കാൻ ഇരിക്കുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഭക്ഷണം ഉണ്ടെങ്കിൽ അത് തന്നത് അതിൻ്റെ ദാതാവ് യേശുവല്ലേ? ആ ഭക്ഷണം കഴിക്കുവാൻ നിങ്ങളുടെ കൈവിരലുകൾ ചലിക്കുന്നുണ്ടെങ്കിൽ, ആ മോട്ടോർ സ്കില്ല് നിങ്ങൾക്കുണ്ടെങ്കിൽ, അത് വായിലേക്ക് വെക്കുവാൻ നിനക്ക് ശക്തിയുണ്ടെങ്കിൽ, അത് തന്നത് യേശു. ഹല്ലേലൂയ. അവൻ ആരാധനയ്ക്ക് യോഗ്യനല്ലേ? ഹല്ലേലൂയ. When Jesus did not receive his honor, he complained. യേശുവിന് വേണ്ട മാനം ആ വീട്ടിൽ കിട്ടിയില്ല, അവൻ പരാതിപ്പെട്ടു. Now shall we come back to John 6. യോഹന്നാൻ 6ലേക്ക് നമുക്ക് തിരികെ വരാം. 26-27. അതിന്റെ 26-27. Jesus answered, very truly I tell you, you are looking for me not because you saw the signs I performed, but because you ate the loaves and heard your fill. ആമേൻ, ആമേൻ. ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ അടയാളം കണ്ടതുകൊണ്ടല്ല, അപ്പം തിന്ന് തൃപ്തരായതുകൊണ്ടത്രേ എന്നെ അന്വേഷിക്കുന്നു. എനിക്ക് തൃപ്തിയായില്ല. എല്ലാ ജനങ്ങളും സ്ക്രീനിലേക്ക് നോക്കി അല്ലെങ്കിൽ ബൈബിളിൽ നോക്കി അംബ്രോസ് ബ്രദർ തുടങ്ങിത്തരും, നിങ്ങൾ ബാക്കി വായിക്കണം. 1, 2, 3. അതിന് യേശു ആമേൻ, Again, this is a complaint from Jesus. ഇത് വീണ്ടും യേശു പരാതി പറയുകയാണ്. What is the present complaint? ഇപ്പോൾ ഇവിടെ നടക്കുന്ന പരാതി എന്താ? John chapter 6, if you have read from the beginning, that is the bread multiplication miracle. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം പ്രാരംഭ വചനം മുതൽ വായിക്കുമ്പോൾ അവിടെ അപ്പം പെരുകിയ 5 അപ്പം 5000 പേർ കൊടുത്ത അത്ഭുതമാണ്. After that Jesus is complaining. അതിനുശേഷമാണ് യേശു ജനത്തോട് പരാതി പറയുന്നത്. All of them had their fill. എല്ലാവരുടെ വയറ് നിറഞ്ഞിരിക്കുക. Because they were really full and overflowing. ഇതാ അവർ വയറ് നിറഞ്ഞിങ്ങനെ തൃപ്തിയായിട്ട് ഏമ്പക്കം വിട്ടുകൊണ്ടിരിക്കുകയാണ്. And 12 basketfuls balance. ഇതാ 12 കൊട്ട അപ്പം ബാലൻസ് വന്നിരിക്കുന്നു. But still Jesus is complaining. അപ്പോഴും യേശു അവരോട് പരാതി പറയും. You are coming after me because you ate the bread. നിങ്ങൾ എൻ്റെ പിന്നാലെ വരാൻ കാരണം നിങ്ങൾ
അപ്പം തിന്ന് തൃപ്തരായതുകൊണ്ടാണ്. You're coming after me only for bread. നിങ്ങൾ എന്റെ പുറകെ വരുന്നത് അപ്പത്തിനു വേണ്ടി മാത്രമാണ്. Such people raise your hands and shout hallelujah. അങ്ങനെയുള്ളവർ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ. ഇവിടെ ഉണ്ടോ? ഞാൻ വിചാരിച്ചു അവിടെ മാത്രമേ ഉള്ളൂ. അടുത്ത ആൾക്ക് പറഞ്ഞു കൊടുക്കുക, അപ്പത്തിന് വേണ്ടി യേശുവിന്റെ പുറകെ പോകരുത്. അപ്പത്തിന് വേണ്ടി യേശുവിന്റെ പുറകെ പോകരുത്. അവനെ സ്നേഹിച്ച് അവന്റെ പുറകെ പോകണം. അവനെ സ്നേഹിച്ച് അവന്റെ പുറകെ പോകണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. Show me your hands like this. See, this is Jesus, this is Jesus' hand. ഇത് യേശുവാണ്, യേശുവിന്റെ കരങ്ങളാണ്. ചിന്തിക്കുക, The bread multiplication happened from the hand of Jesus. യേശുവിന്റെ കരങ്ങളിൽ നിന്ന് അപ്പത്തിന്റെ പെരുക്കം നടക്കുകയാണ്. And the supply chain was there. ഇതാ അത് വർദ്ധിച്ചു വർദ്ധിച്ച് അനേകരിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. All the people had their fill. എല്ലാവരുടെ വയറ് നിറഞ്ഞു. Now, their eyes are only on the hand of Jesus. അവരുടെ എല്ലാവരുടെയും കണ്ണിപ്പോൾ പതിഞ്ഞിരിക്കുന്നത് യേശുവിന്റെ ഈ കയ്യിലാ. What next? അടുത്ത എന്താ വരാൻ പോകുന്നത്? Will we get some money, shekels? അടുത്തത് ഇനി നാണയങ്ങൾ, ഷെക്കേലുകളായിരിക്കും വരാൻ പോകുന്നത്. From his hand. Shall we expect something more? കൂടുതൽ കാര്യങ്ങൾ വരുമോ? Walk. യേശു നടക്കുകയാണ്. Okay. Yeah. യേശു നടക്കുകയാണ്. Looking at the hand. എല്ലാവരും യേശുവിന്റെ What is going to കയ്യിലേക്ക്. come from the hand? ഈ അടുത്തത് എന്താണ് ഈ കയ്യിൽ നിന്ന് കിട്ടാൻ പോകുന്നത്? No. Jesus said, you are looking to my hand. Look into my heart. How much I love you. യേശു പറയുകയാണ്, നിങ്ങൾ എന്റെ കൈ നോക്കിയാണ് നടക്കുന്നത്. എന്റെ കൈകളെയല്ല നിങ്ങൾ നോക്കേണ്ടത്, എന്റെ ഹൃദയത്തിലേക്ക് നോക്കൂ. എത്രത്തോളം ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. Everybody write this down. ഇങ്ങനെ എഴുതിയെടുക്കൂ. Everybody write person. എല്ലാവരും എഴുതുക. വ്യക്തി. Number 2, presence. സാന്നിധ്യം. 2, സാന്നിധ്യം. Number 3, power. 3, ശക്തി. Number 4, provision. 4, provision. നന്മകൾ. എന്താ പറയാ, ക്ഷമാസിന്ന് പറഞ്ഞ പ്രൊവിഷൻ. സാധനങ്ങൾ, വസ്തുക്കൾ, അനുഗ്രഹങ്ങൾ, എന്തൊക്കെയാണത്? വായിച്ചേ. 1 വ്യക്തി, 2 സാന്നിധ്യം, 3 ശക്തി, 4 ദാനങ്ങൾ അല്ലെങ്കിൽ നന്മകൾ. Now listen to me. More than 95% of God's people, so-called believers, Christians, are after the 4th one. വിശ്വാസികളിൽ 95% ആളുകളും ഏറ്റവും അവസാനത്തെ നന്മകൾ, ഈ ദാനങ്ങൾ എന്ന് പറയുന്ന ഈ പ്രൊവിഷനിലാണ് വന്ന് നിൽക്കുന്നത്. All their fasting prayer, night prayer, chain prayer, all kinds of prayers are focused on provision from Him, what comes from His hand. അവരുടെ എല്ലാ പ്രാർത്ഥനകളും ചങ്ങല പ്രാർത്ഥനയാകാം, ഉപവാസ പ്രാർത്ഥനയാകാം, സഹോദരിമാരുടെ പ്രാർത്ഥനയാകാം, ഏതു തരം പ്രാർത്ഥനയാണെങ്കിലും എല്ലാം യേശുവിൻ്റെ കയ്യിൽ നിന്ന് വരുന്ന അവസാനം എഴുതിയിരിക്കുന്ന ആ ദാനങ്ങൾ അല്ലെങ്കിൽ ആ നന്മകൾ, മറുപടികൾ അതിലേക്കാണ്. Give me blessings. കർത്താവേ, എന്നെ ഇതിൽ അനുഗ്രഹിക്കണേ. Give me chudidar. എനിക്ക് ചുരിദാർ തന്നെ. Give me പാദസരം. എനിക്ക് പാദസരം Give me വേണം. mobile phone. എനിക്ക് മൊബൈൽ ഫോൺ വേണം. Give me bike. എനിക്ക് ബൈക്ക് വേണം. Give me a house. എനിക്കൊരു വീട് വേണം. പറഞ്ഞ ബാക്കിയൊക്കെ അറിയാലോ, എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നില്ല. നമ്മുടെ ലിസ്റ്റ് പറ, ഗ്രോസറി ലിസ്റ്റ്. ദിസ് ഇസ് വെയർ പീപ്പിൾ ഫോക്കസ്. ഇവിടെയാണ് ആളുകളുടെ മുഴുവൻ ശ്രദ്ധയും. കുറച്ചുകൂടി സ്പിരിച്വൽ ആയി കഴിഞ്ഞാൽ God give me power. കുറച്ചും കൂടി ആത്മീകമായി കഴിഞ്ഞാൽ, കർത്താവ് എനിക്ക് ശക്തി വേണം. Give me gifts of the Holy Spirit. എനിക്ക് പരിശുദ്ധാത്മാവിന്റെ കൃപാവരം വേണം. Healing ministry. എനിക്ക് രോഗസൗഖ്യം വേണം. Ministry. എനിക്ക് പ്രവചനം വേണം, ശുശ്രൂഷ വേണം. കുറച്ചുകൂടി സ്പിരിച്വൽ ആയി, Lord, I need your presence. കുറച്ചും കൂടി ആത്മീകമായി വളർന്നു കഴിയുമ്പോൾ, കർത്താവേ, എനിക്ക് അങ്ങയുടെ സാന്നിധ്യം വേണം. But we don't worship provisions. We don't worship power. We don't love and worship His presence. We worship Him as a person.
എന്നാൽ ഓർക്കുക, നമ്മൾ കർത്താവിൻ്റെ പ്രൊവിഷൻ ദാനങ്ങളെയല്ല, ആ ശക്തിയെയല്ല നമ്മൾ ആരാധിക്കുന്നത്, അവൻ്റെ സാന്നിധ്യത്തെയുമല്ല നമ്മൾ ആരാധിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നത്. അവനാകുന്ന വ്യക്തിയെ നാം സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നു. എല്ലാവർക്കും മനസ്സിലായില്ല? അംബ്രോസ് വ്യാഖ്യാനിക്കേണ്ടി വരും. ആമേൻ. പറഞ്ഞോളൂ. നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും നിർത്ത്. ആ പ്രേഡറി എടുത്താൽ കാണാം ഇപ്പോഴത്തെ നമ്മുടെ പരിപാടി എന്താണ്, എന്തൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്. തെറ്റല്ല, ഇതെല്ലാം അവനിൽ നിന്ന് വരുന്നു. പക്ഷേ അതിനുവേണ്ടി മാത്രമാണ് പ്രാർത്ഥനയ്ക്ക് നടക്കുന്നതെങ്കിൽ, എൻ്റെ ബ്രദർ സിസ്റ്റർ, എങ്ങനെ ഈ ബ്ലെസ്സിങ് ടുഡേയിൽ വന്നു? എന്താ അതിന് കാരണം? അത് ഞാനും ഭർത്താവും എല്ലാം രോഗം മാറുന്നില്ല, മരുന്ന് കുപ്പി മാറുന്നില്ല, അങ്ങനെ പ്രാർത്ഥിച്ചു ഇവിടെ വന്നപ്പോൾ എന്ന് പറയും. ഇപ്പം എന്തിനാ വരുന്നേ? ഇനിയുണ്ട് കുറച്ച് പ്രശ്നങ്ങൾ മാറാൻ. പിള്ളേരുടെ കല്യാണം നടക്കണം, സ്വന്തമായിട്ടൊരു വീടില്ല ബ്രദറെ, അറിയാമോ? ലോൺ ഒത്തിരി അടച്ചു തീർക്കാനുണ്ട്. ഓക്കെ, ഇതെല്ലാം അടഞ്ഞു തീർന്നാലോ, കല്യാണം നടന്നാലോ പിന്നെ വരുമോ? അതാ നേരം ചിന്തിക്കുക. ഈ കാര്യങ്ങളൊക്കെ നടന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫ്രീ ആയില്ലേ, കാരണം നമുക്കെല്ലാം കിട്ടിയില്ലേ. This is where people disappear after some time. ഇതുകൊണ്ടാണ് പലപ്പോഴും ചില നാളുകൾക്ക് ശേഷം ആളുകൾ ദൈവസഭയിൽ അപ്രത്യക്ഷമാകുന്നത്. They receive things, they come and testify, they sponsor an episode, then disappear. അവർക്കൊരു ആവശ്യം ഉണ്ടാകുന്നു, അവർക്കൊരു അത്ഭുതം നടന്നു കഴിയുമ്പോൾ അവർ സാക്ഷ്യം പറയും, ഒരു എപ്പിസോഡ് സ്പോൺസർ ചെയ്യും, പിന്നെ അവർ അപ്രത്യക്ഷരാകുന്നു. അവിടെയാണ് കർത്താവ് ചോദിക്കുന്നത്, അപ്പം തിന്നത് കൊണ്ടല്ലേ എൻ്റെ പുറകെ വരുന്നത്, എന്നെ സ്നേഹിച്ചിട്ടല്ലല്ലോ. അതേസമയം ശിഷ്യന്മാരോട് പറഞ്ഞു, ഇതിന് ശേഷം ഉണ്ടായ എപ്പിസോഡ്, അത് താഴേക്ക് വായിച്ചു നോക്കണം. അദ്ദേഹത്തിൽ പറയുന്നുണ്ട്, ഇതെല്ലാം കഴിഞ്ഞ ആളുകൾ മൊത്തം വിട്ടുപോയി. കാരണം കർത്തൃമേശയുടെ ഒരു റെവലേഷൻ കർത്താവ് അവിടെ പറഞ്ഞു. വെറും കർത്തൃമേശയല്ല, മനുഷ്യപുത്രൻ്റെ മാംസം തിന്നാതെയും രക്തം കുടിക്കാതെയും ആർക്കും നിത്യജീവൻ കിട്ടില്ല. വാട്ട്? ഇവിടെ ഡൈജഷൻ നടന്നുകൊണ്ടിരിക്കുക. ഏത്? അപ്പവും മീനും ദഹന പ്രക്രിയ, ദഹനരസം ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഡൈജഷൻ നടക്കൊണ്ടിരിക്കുമ്പോഴാണ് ടീച്ചിങ് വരുന്നത്. ടീച്ചിങ് എന്താ പറയുന്നത്? എൻ്റെ മാംസം തിന്നാതെയും എൻ്റെ രക്തം കുടിക്കാതെയും ആരും നിത്യജീവൻ കിട്ടുകയില്ല. ചിലർ പറഞ്ഞു ദിസ് ഈസ് കനിബലിസം. നരമാംസം തിന്നുന്ന ഈ ടീച്ചിങ്, ദിസ് ഈസ് കൾട്ട്, ദിസ് ഈസ് റോങ്. എത്രയും വേഗം അപ്പക്കത്ത് നിന്ന് നല്ലതാ, പക്ഷേ ടീച്ചിങ് ഈസ് റോങ്. ദേ ഓൾ ലെഫ്റ്റ്. എല്ലാവരും പോയി. അവിടെ കല്ലെറിയാൻ വരെയുള്ള പരിപാടികൾ പ്ലാനിങ് കമ്മിറ്റി ഫോം ചെയ്തു കഴിഞ്ഞു. ഇവനെ കല്ലെറിഞ്ഞ് ഇപ്പോഴേ തട്ടുക എന്നുള്ളത്. അപ്പം ദഹിച്ചുകൊണ്ടിരിക്കുന്നു, ഹലോ, മീൻ ദഹിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ നിന്നിറങ്ങി ഈസോഫാഗസിന് എന്താ പറയുക, അന്നനാളത്തിൽ നിന്നിറങ്ങി സ്റ്റൊമക്ക് വലിയൊരു സഞ്ചി ഉണ്ടല്ലോ, ആ സഞ്ചിയുടെ അകത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. വാൻകോട്ടെ എല്ലാ പരിപാടിയും നടന്നുകൊണ്ടിരിക്കുക. അവൻ്റെ കയ്യിൽ നിന്ന് വന്ന അപ്പത്തിൻ്റെ ദഹന പ്രക്രിയ നടക്കുമ്പോൾ കല്ലെറിയാൻ people are thankless. ജനം നന്ദിയില്ലാത്തവരായി മാറും. People generally are thankless. പൊതുവെ ജനം നന്ദിയില്ലാത്തവരാണ്. പാത്ത് ഇങ്ങനെ ഇരുന്ന ആളുകളെ, കുഷ്ഠരോഗികളെ ശുദ്ധമാക്കി വിട്ടിട്ട് ഒരെണ്ണം വന്നിട്ട് പറയും താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, ഐ ലവ് യു ജീസസ്, താങ്ക് യു ജീസസ്, ഐ ലവ് യു ജീസസ്. ഒരെണ്ണമാ വന്നത്. പീപ്പിൾ ആർ താങ്ക്ലെസ്. ജനം നന്ദിയില്ലാത്തവരാണ്. കർത്താവ് കണ്ണിൽ നോക്കി ചോദിച്ചു, അപ്പം തിന്നത് കൊണ്ടല്ല എൻ്റെ പുറകെ നടക്കുന്നത്, എന്നെ സ്നേഹിക്കുന്നുണ്ടോ? ഞാനാണെങ്കിൽ കോടി കോടി ദൂതന്മാർ എന്നെ ആരാധിച്ചുകൊണ്ടിരുന്ന മഹത്വത്തിൽ നിന്ന് അതെല്ലാം ഊരി മാറ്റി നിന്നെ പോലൊരു മനുഷ്യക്കോലത്തിൽ വന്ന ഞാനിവിടെ നിന്നെ സ്നേഹിച്ച് എല്ലാം 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 ചങ്ക് പുളർന്ന് ചോര ഊറ്റിത്തന്ന് നിന്നെ രക്ഷിക്കാൻ വേണ്ടി നിന്നെ സ്നേഹിച്ചു വന്നു. തിരിച്ചൊരു സ്നേഹമുണ്ടോ? ദിസ് ഈസ് വാട്ട് ജീസസ് ഈസ് കംപ്ലൈനിങ്. ഇതിനെക്കുറിച്ചാണ് യേശു അവിടെ പരാതിപ്പെടുന്നത്. Hallelujah. Hallelujah. Question is this: how many of you will take a decision not to love provision, not to go for only his power and presence, but to love him as a person? ഇതാ
ഈ ദൈവം തരുന്ന നന്മകളെ സ്നേഹിക്കാനല്ല, കർത്താവ് തരുന്ന ശക്തിയും സാന്നിധ്യത്തെയും മാത്രം സ്നേഹിക്കുവാനല്ല, എന്നാൽ കർത്താവ് എന്ന വ്യക്തിയെ സ്നേഹിക്കുന്ന ആ നിലവാരത്തിലേക്ക് ഞാൻ കയറി ചെല്ലുമെന്ന് എത്ര പേർ ഇന്നൊരു തീരുമാനം എടുക്കുന്നു? സത്യം തുറന്നു വല്ലതും മനസ്സിലായോ? ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എത്ര പേർക്ക് എൻ്റെ പൊരുൾ മനസ്സിലായി? പറഞ്ഞ ഇത്രേ ഉള്ളൂ. ഇന്ന് തുടങ്ങി പ്രാർത്ഥിക്കുന്നതും ചർച്ചിൽ വരുന്നതും എന്തു ചെയ്യുന്നതും അവനെ ഒരു വ്യക്തിയായി, ജീസസ് ആസ് എ പേഴ്സൺ, ഗോഡ് ദ ഫാദർ ആസ് എ പേഴ്സൺ, ദ ഹോളി സ്പിരിറ്റ് ആസ് എ പേഴ്സൺ, ഒരു വ്യക്തിയായി ചങ്കിൽ നിന്ന് സ്നേഹിച്ചു വേണം. ഹല്ലേലൂയ, ആമേൻ, ആമേൻ. This is where the statement of the 3 Hebrew boys is very valid. Even if the Lord is not rescuing us from this fiery furnace, we will not bow down to that idol. ഇങ്ങനെയുള്ള അവസ്ഥകളിലാണ് ആ 3 എബ്രായ ബാലകന്മാരുടെ വാക്കുകൾ പ്രസക്തമാകുന്നത്. ഈ കത്തുന്ന തീച്ചൂളയിൽ നിന്ന് കർത്താവ് ഞങ്ങളെ രക്ഷിച്ചാലും ഇല്ലെങ്കിലും ഞങ്ങൾ ഈ അന്യ ദൈവത്തെ, വിഗ്രഹത്തെ ആരാധിക്കുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ മാംസം തിന്നണം, എൻ്റെ രക്തം കുടിക്കണം എന്ന് പറഞ്ഞൊരൊറ്റ ടീച്ചിങ്ങിൽ ഏകദേശം 25,000-ഓളം ജനങ്ങൾ യേശുവിനെ ഇട്ടിട്ട് പോയി. അപ്പം തിന്നതാ, അപ്പം ഇട്ടിട്ട് പോയി. ഈ 12 എണ്ണം ഇങ്ങനെ നിൽപ്പുണ്ട് അവിടെ. പത്രോസ്, അന്ത്രയാസ്, തോമസ് എല്ലാം പോയി. ആരുമില്ല. ഹീലിംഗ് ക്രൂസൈഡ് നടന്ന മിറക്കിൾ ഗ്രൗണ്ട്, ആരുമില്ല. കഥ പറഞ്ഞു, ഏതായാലും എല്ലാവരും പോയി, നിങ്ങളും പൊക്കോ, എനിക്ക് പിതാവുണ്ട്, നിങ്ങളും പൊക്കോ. മറുപടി പറയാമോ ആർക്കെങ്കിലും? അവർ പറഞ്ഞ മറുപടി പറയാമോ? ഉറക്കെ, നിത്യജീവന്റെ മൊഴികൾ നിന്റെ കയ്യിൽ. ഞങ്ങൾ എവിടെ പോകാനാ? ആര് പോയാലും പോലും ഇവിടെ നിൽക്കും. ആ 12 പേരെ കൊണ്ട്, 12 - 1 കൊണ്ട് ലോകത്തെ മുഴുവൻ സുവിശേഷീകരിക്കാൻ കർത്താവ് ഉപയോഗിച്ചു. ആ വെറും 12. ദൈവത്തോടുള്ള നമ്മുടെ സമീപനം കറക്റ്റാക്കാമെങ്കിൽ എനിക്കൊന്ന് ഭയങ്കര ഒരു ചേഞ്ച് വരാൻ പോകുന്നു. ചില ആളുകൾ ചില വിഷയങ്ങൾക്ക് മറുപടി കിട്ടാറില്ല. കാരണം അതും കൂടി കിട്ടിയാൽ പിന്നെ ചർച്ചിൽ വരില്ലെന്ന് കർത്താവിന് അറിയാം. അപ്പം അതിങ്ങനെ പെൻഡിങ്ങിൽ ഇട്ടേക്കുക ഫയൽ. ബാക്കിയെല്ലാം നടന്ന ബ്രദർ, എൻ്റെ ഗ്യാസ് ട്രബിൾ മാറുന്നില്ല. ആ ട്രബിൾ അവിടെ ഇരിക്കട്ടെ. ട്രബിൾ ഇരുന്നാലേ നീ അതുകൊണ്ട് അത് മാറാത്ത. അതും കൂടി മാറിയാൽ പിന്നെ ഫോളോ അപ്പ് ചെയ്താലും കിട്ടില്ല, ഫോൺ വിളിച്ചാലും. അംബ്രോസ് പറഞ്ഞൊക്കെ അറിയാം, തിക്താനുഭവമുള്ള മനുഷ്യനാണ് നിൽക്കുന്നത്, രക്തസാക്ഷിയാണ് നിൽക്കുന്നത്. വേഗത്തിൽ പരിപാടികളൊക്കെ നടക്കണമെന്നുണ്ടെങ്കിൽ മകനെ, നിൻ്റെ പോക്കറ്റ് എനിക്ക് തരിക, നിൻ്റെ വാലെ എനിക്ക് തരിക, നിൻ്റെ കറണ്ട് അക്കൗണ്ട് എനിക്ക് എഴുതി തരിക, നിൻ്റെ സേവിങ്സ് ഒക്കെ, ഇതൊന്നും കർത്താവ് പറയാൻ, നിൻ്റെ ഹൃദയം എനിക്കിതാ. ആമേൻ.
പണ്ടൊരാൾക്കൊരു ദൈവവിളി ഉണ്ടായി, നീ എൻ്റെ വേല ചെയ്യണമെന്ന് പറഞ്ഞു. ഉടനെ അദ്ദേഹം മുട്ടുകുത്തിട്ട് പറഞ്ഞു, കർത്താവേ, ഒരു ചെറിയൊരു കറക്ഷൻ വേണം, ഞാൻ വേല ചെയ്യാം, പക്ഷേ ഇൻ എ ഡിഫറെൻറ്റ് വേ. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം. ഐ വിൽ റൺ എ ബിസിനസ്, എ ബിഗ് ബിസിനസ് ഓൺലി ഫോർ യു. വലിയൊരു ബിസിനസ് നടത്തിയിട്ട് ഐ വിൽ സപ്പോർട്ട് 1000 മിഷണറീസ്. പറഞ്ഞതാണ്. കർത്താവ് പോയിട്ടിങ്ങനെ ആർഗ്യുമെൻ്റ് നടക്കുക. അപ്പം ഞാൻ ബിസിനസ് നടത്തിയിട്ട് എന്ത് ചെയ്യാം, 1000 മിഷണറിമാർ. അപ്പോൾ ഒരാൾ ഞാൻ പോയി വേല ചെയ്യുന്നതിനേക്കാൾ 1000 പേര് പോകുമ്പോൾ വരുന്ന ആത്മാക്കളുടെ എണ്ണം എത്രയാണെന്ന് അറിയാമോ കർത്താവേ? നീ ഒന്ന് കണക്ക് വിട്ട് ആ കാൽക്കുലേറ്റർ എടുത്തേ, നോക്ക്, അടിച്ചു നോക്ക്. ഞാൻ ഒരു 100 നേടുന്നു. അതാണ് 1000 × 100. ഡു യു നോ മാത്തമാറ്റിക്സ്? ടേബിൾ പഠിച്ചിട്ടുണ്ട് യേശു. ഞങ്ങളൊക്കെ 3ാം ക്ലാസ്സിൽ പഠിച്ചു. യേശുവിന് എന്തറിയാം? അത്രയും ആത്മാക്കളാണ് വരാൻ പോകുന്നത്. കഥ പറഞ്ഞു, മോനെ, ഞാൻ 1000 മിഷണറിമാരുടെ കാര്യം പറഞ്ഞില്ല, ബിസിനസ് പറഞ്ഞില്ല, സപ്പോർട്ട് പറഞ്ഞില്ല. ഞാൻ ചോദിച്ചത് നിന്റെ ഹൃദയമാണ്. ആമേൻ. പലപ്പോഴും നമ്മൾ കൈവീശി ആരാധിക്കുമ്പോൾ, ആടിയുലഞ്ഞ് ആരാധിക്കുമ്പോൾ കൈ മാത്രമേ സമർപ്പിച്ചിട്ടുള്ളൂ, ഇവിടെ അനങ്ങുന്നില്ല. ഇതങ്ങനെ തന്നെ ഇരിക്കുക. ബാക്കി എല്ലാ അഭ്യാസ പ്രകടനങ്ങളും അക്രോബാറ്റിക്സും എല്ലാം ഉണ്ടെങ്കിലും ഇതുവരെ അനങ്ങിയിട്ടില്ല. യേശുവിൻ്റെ നാമത്തിൽ അനങ്ങട്ടെ. ആമേൻ. ഇന്ന് അനങ്ങട്ടെ. അതുകൊണ്ടാണ് പലപ്പോഴും ഒരു സഭയിൽ വന്നിട്ടൊരു ഫീലില്ലാത്തത്, ശരിക്കുള്ള ഒരു തൃപ്തി വരുന്നില്ല. എന്തുകൊണ്ട്? മോനെ, മോളെ, മൊത്തം ഹൃദയം എനിക്ക് എൻ്റെ ചങ്ക് മൊത്തം തന്നതല്ലേ, പിളർന്ന് തന്നതല്ലേ, ഊറ്റി തന്നതല്ലേ. അവിടെയാണ് ഹാർട്ട് ഹാർട്ട്. ഇന്ന് 1000 പേർക്കെങ്കിലും അങ്ങനെ ഉണ്ടായാൽ, ഒരു 2000 പേർക്ക് ആ ഒരു സമർപ്പണം ഉണ്ടായാൽ, ബ്ലെസ്സിങ് ടുയുടെ മുഖച്ഛായ മാറി. യെസ്.